നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ് ഡെമോക്രസി, മീനിങ് ആൻഡ് സ്കോപ്പ്. ജനാധിപത്യം, അർത്ഥവും വ്യാപ്തിയും. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ്. അഥവാ കാണാത്തവരുണ്ടെങ്കിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇനി ഞാനത് പറയുന്നില്ല, കാരണം നമ്മളതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാണ്. എഴുതാത്തവരുണ്ടെങ്കിൽ ഇത് പോസ് ചെയ്ത് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. 2ാമത്തെ ചോദ്യം, എന്താണ് യുലിസ്ഡേറ്റ് ദ ഒറിജിൻ ഓഫ് ദ വേൾഡ് ഡെമോക്രസി എന്ന് പറയുന്നത് കേട്ടോ. ഡെമോക്രസി എന്ന വാക്കിൻ്റെ ഉത്ഭവം വ്യക്തമാക്കുക എന്നതാണ്. 3ാമത്തെ, എന്താണ് ഡെമോക്രസി എന്നാണ് കേട്ടോ. 4ാമത്തെ, അതിൻ്റെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷാണ് മുമ്പ് കാണിച്ച്, ഇത് മലയാളമാണ്. അടുത്തത്, ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നായിരുന്നു? ഗ്രീസിൽ നിലവിൽ ഉണ്ടായിരുന്ന ജനാധിപത്യ വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഞാൻ എല്ലാത്തിൻ്റെയും 2 പോയിന്റ് വെച്ച് എഴുതിയിട്ടുള്ളൂ കേട്ടോ. കാരണം സോഷ്യൽ വലിയ ചാപ്റ്ററുകളാണ്. എല്ലാത്തിനെയും കുറിച്ചും കുറച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ചിരിക്കണം. നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ. ഇത് ഞാൻ എല്ലാം ഈ 2 പോയിന്റ് വെച്ച് എഴുതിയിട്ടുള്ളൂ നിങ്ങൾ കേട്ടോ. 5ാമത്തെ, 6ാമത്തത്, വാട്ട് ഈസ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഏതൻസ്? കണ്ടോ, ഓക്കെ ആണല്ലോ. ഇത് ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട്. ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യം ഏതാണ്? പിന്നെ എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി? അല്ലേ, ഡയറക്റ്റ് അല്ലെ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ചാൽ പ്രത്യക്ഷ ജനാധിപത്യം. പ്രത്യക്ഷ ജനാധിപത്യം എന്താണെന്നും കേട്ടോ. അതിവിടെയാ പ്രത്യക്ഷ ജനാധിപത്യം. നിലവിൽ രാഷ്ട്രത്തിന് ഉദാഹരണമാണ് സ്വിറ്റ്സർലൻഡ്. 9ാമത്തെ, ഓക്കെ. 10ാമത്തത്, പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. അത് നമ്മുടെ ടെസ്റ്റിൽ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം കേട്ടോ. അതായത് ഓരോന്നിൻ്റെയും നമുക്ക് ഈ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റാത്ത വാക്കുകളുണ്ടെങ്കിൽ റെഫറൻഡം കണ്ടോ, റീകാള്, പ്ലെബിസൈറ്റ്, ആ വാക്കുകളൊക്കെ ഇച്ചിരി കട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് പഠിക്കേണ്ട കുഞ്ഞുങ്ങൾ കേട്ടോ. അതിൻ്റെ മലയാളവും ഉണ്ട്. ഇനിഷ്യേറ്റീവ്, ഓക്കെ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷുകാർക്ക് ആ ടെസ്റ്റിലുണ്ട്, ഓൾറെഡി ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് അറിയാൻ വേണ്ടി ഞാനത് മലയാളത്തിലൊന്ന് എഴുതിയിട്ടുണ്ട്. കാരണം നമ്മുടെ ടെസ്റ്റിൽ അത് വലുതായിട്ട് അച്ചടിച്ച് വെച്ചേക്കൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ ആണോ? അടുത്തത്, എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി? 11ാമത്തത്, ഇൻഡയറക്റ്റ്, പരോക്ഷ ജനാധിപത്യം കേട്ടോ. പ്രത്യക്ഷ ജനാധിപത്യമുണ്ട്, പരോക്ഷ ജനാധിപത്യമുണ്ട്. 11. 12ാമത്തെ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേട്ടോ. അത് ഞാൻ ഈ പറഞ്ഞ പോലെ 2 എല്ലാത്തിൻ്റെ ഈ 2 വീതമാണ് എഴുതിയേക്കുന്നത്. പ്രത്യക്ഷ ജനാധിപത്യവും കണ്ടോ, മന്ത്രിസഭ. ഓക്കെ ആണോ? ഓക്കെ, 12. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിലിട്ടത്. സെക്കൻഡ് പാർട്ടിൽ 13ാമത്തെ കുഞ്ഞുങ്ങളെ നോക്കിക്കോണേ. കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുമുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കി ജനാധിപത്യ വ്യവസ്ഥയെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാര്യം മനസ്സിലാക്കണേ. കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായിട്ടുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കി ജനാധിപത്യ വ്യവസ്ഥയെ 2ആയി തരംതിരിക്കാം. 1 പാർലമെൻ്ററി വ്യവസ്ഥയെന്നും 2 പ്രസിഡൻഷ്യൽ വ്യവസ്ഥ കേട്ടോ. അതായത് ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആൻഡ് ദ ലെജിസ്ലേച്ചർ, ഡെമോക്രാറ്റിക് സിസ്റ്റംസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. 1 പാർലമെൻറ്റ് സിസ്റ്റം, 2 പ്രസിഡൻഷ്യൽ സിസ്റ്റം. വ്യവസ്ഥ എന്ന് വെച്ചാൽ സിസ്റ്റം കേട്ടോ. അതിൽ എന്താണ് ഈ പാർലമെൻ്ററി വ്യവസ്ഥകളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫീച്ചേഴ്സ് ഓഫ് പാർലമെൻ്ററി സിസ്റ്റം നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. നമ്മുടെ ടെസ്റ്റിൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് കിടപ്പുണ്ട്. ഞാൻ ഇത് 2 എഴുതിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ 4 പോയിന്റ് ഞാനത് 2 ആക്കാൻ എന്തോന്ന് അറിയോ, ഇത് ഇമ്പോർട്ടൻ്റ് ഒന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നമുക്ക് ഉറപ്പുള്ളതൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ബാക്കിയുള്ള എല്ലാം ഈ 2 പോയിന്റ് വെച്ചൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഈസ് കൺട്രോൾഡ് ബൈ ദ ലെജിസ്ലേച്ചർ. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. ഫീച്ചേഴ്സ് ഓഫ് പാർലമെൻ്ററി സിസ്റ്റം ആണ്. 2 ഉണ്ട്, പാർലമെൻ്ററി ഉണ്ട്, പ്രസിഡൻഷ്യലും ഉണ്ട്. അതിൻ്റെ പാർലമെൻ്ററിയുടെ ഫീച്ചേഴ്സാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എന്തെല്ലാം സവിശേഷതകളുണ്ട്? അതിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഈസ് കൺട്രോൾഡ് ബൈ ദ ലെജിസ്ലേച്ചർ കേട്ടോ. ലെജിസ്ലേച്ചർ, കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. ദ പവേഴ്സ് ഓഫ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആർ നോമിനൽ. രാഷ്ട്രത്തലവൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. രാഷ്ട്രത്തലവൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. പിന്നെ ദ ഹെഡ് ഓഫ് എ സ്റ്റേറ്റ് ഈസ് ദ കിങ്, ക്യൂൻ ആൻഡ് പ്രസിഡൻറ്റ്.
ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ദ കിങ്, ക്യൂന്, പ്രസിഡൻറ്റ്. രാജാവോ രാജ്ഞിയോ പ്രസിഡൻറ്റോ ആയിരിക്കും ഈ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തലവൻ. അത് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം കേട്ടോ. പാർലമെൻ്ററി സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ എന്താ രാഷ്ട്രത്തിനെ കുറിച്ചാട്ടോ. ദ സ്റ്റേറ്റ് ഈസ് ദ കിങ്, ക്യൂന്, പ്രസിഡൻറ്റ്. രാജാവോ രാജ്ഞിയോ പ്രസിഡൻറ്റോ ആയിരിക്കും ഇവിടുത്തെ രാഷ്ട്രത്തലവൻ. എന്നാൽ ദ ഹെഡ് ഓഫ് ഗവൺമെൻറ്റോ ആരാ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, ഭരണത്തലവനായിരിക്കും പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഇത് തിരിഞ്ഞു പോകല്ലേ കേട്ടോ. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ദ കിങ്, ക്യൂൻ, പ്രസിഡൻറ്റ്. രാജാവോ രാജ്ഞിയോ പ്രസിഡൻറ്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. ദ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഈസ് ദ പ്രൈം മിനിസ്റ്റർ. ഭരണത്തലവനായിരിക്കും പ്രധാനമന്ത്രി ആയിരിക്കും. വായിക്കാൻ അറിയാവോ നിങ്ങൾ? നല്ലപോലെ അത് മനസ്സിലാക്കണേ. ഇനി അടുത്ത രണ്ടാമത്തത് ഫീച്ചേഴ്സ് ഓഫ് ദ പ്രസിഡൻഷ്യൽ സിസ്റ്റം. അത് രണ്ടുകൂടെ തിരിഞ്ഞു പോകില്ലേ. ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ആൻഡ് ദ ലെജിസ്ലേച്ചർ ആർ സെപ്പറേറ്റ്. കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. മറ്റേതെന്താ? കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭയായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ ഇവിടെ കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ദ പ്രസിഡന്റ് സെർവ്സ് ബോത്ത് ആസ് ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്. രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റ് ആയിരിക്കും കേട്ടോ. ഭരണത്തലവനും അവിടെ പ്രസിഡന്റ് ആയിരിക്കും. അപ്പോൾ അവിടെ മറ്റേതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. പിന്നെയോ ഓൾ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ ദ പ്രസിഡന്റ്. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. ഓക്കെ ആണോ നിങ്ങളെ? ആ രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ. ഞാനത് മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് ഒന്നും വലുതായിട്ട് നോക്കണ്ടാവും നിങ്ങൾ. വലിയ മോഡേൺ ആയിട്ടൊന്നും ഞാൻ എഴുതിയിട്ടില്ല. കാരണം നമുക്ക് സോഷ്യൽ ആകുമ്പോൾ ഒരുപാട് നോട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം കാരണം നിങ്ങൾക്ക് സംഭവം പിടികിട്ടുന്നുണ്ടല്ലോ, വായിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, അത്രയും മതി കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, അടുത്തത് 15ാമത്തെ ചോദ്യം. അതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. 4 പോയിൻ്റാണ്. ദ പ്രസിഡന്റ് ഈസ് ഡയറക്റ്റ്ലി ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ. പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. ഏതിനകത്തിലാണെന്ന് ഓർത്തോണം. പ്രസിഡൻഷ്യൽ വ്യവസ്ഥയ്ക്കകത്തിലാണ്. അതിനകത്തിലെ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, പാർലമെൻ്ററി വ്യവസ്ഥയുടെയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെയും മേന്മകളും ഉണ്ട്, അതിനുള്ള അതായത് മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സും ഉണ്ട് അല്ലേ. മേന്മകളും ഉണ്ട്, പരിമിതികളും ഉണ്ട്. നോക്കാം കുഞ്ഞുങ്ങളെ, എന്തൊക്കെ മെറിറ്റ്സുകളാണ് ഏതിൻ്റെയാണെന്ന് ഓർത്തോണേ. പാർലമെൻ്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ മേന്മകൾ. ആദ്യം നമുക്ക് പാർലമെൻ്ററിയുടെ മേന്മകൾ എന്തെല്ലാമാണെന്ന് നോക്കിയാൽ എന്തൊക്കെ ഗുണമുണ്ട് ഇതുകൊണ്ട്. കുഞ്ഞുങ്ങളെ, റെസ്പോൺസിബിൾ ഗവൺമെൻറ്, നല്ല ഉത്തരവാദിത്തമുള്ള സർക്കാരാണ് കേട്ടോ. പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ മേന്മ അല്ലെ, മെറിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉത്തരവാദിത്തമുള്ള സർക്കാരാണ്, റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആണ്. 2, ബെറ്റർ കോർഡിനേഷൻ ബിറ്റ്വീൻ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. നിയമനിർമ്മാണ സഭയും എക്സിക്യൂട്ടീവും കേട്ടോ. ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ നിയമനിർമ്മാണമാണ്, എക്സിക്യൂട്ടീവും തമ്മിലുള്ള കോഓർഡിനേറ്റ് എന്ന് വെച്ചാൽ ഏകോപനമെന്നാണ്. ബെറ്റർ, നല്ല മികച്ച ഏകോപനമാണ്. ഇവർ തങ്ങളിൽ നിയമനിർമ്മാണ സഭയും എക്സിക്യൂട്ടീവും തമ്മിൽ നല്ല ഏകോപനം, അവർ തങ്ങളിൽ നല്ല പരസ്പര ധാരണയുണ്ട്, നല്ല മികച്ച ഏകോപനമാണ്. സ്റ്റേബിൾ ലീഡർഷിപ്പ് ത്രൂ മെജോറിറ്റി. ഭൂരിപക്ഷത്തിലൂടെ സുസ്ഥിരമായ നേതൃത്വമാണ് അവർ. ഭൂരിപക്ഷം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായെങ്കിൽ എല്ലാവരും കൂടെ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാണോ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് സംസാരിക്കുന്നതല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ എല്ലാമാണ് അവർ കൂടുതലത് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഭൂരിപക്ഷത്തിലൂടെ കൂടുതൽ ആൾക്കാർ പറയത്തില്ല, അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതിലൂടെ സുസ്ഥിരമായ നേതൃത്വം. ആ 3 പോയിന്റ് അങ്ങ് പഠിക്കണം. ഇത് തോനെയായിട്ട് തോന്നുന്നത് മലയാളവും ഇംഗ്ലീഷും കൂടെ വന്നുണ്ട് കേട്ടോ. റെസ്പോൺസിബിൾ ഗവൺമെൻറ്, ബെറ്റർ കോർഡിനേഷൻ ബിറ്റ്വീൻ ലെജിസ്ലേറ്റർ ആൻഡ് എക്സിക്യൂട്ടീവ്, സ്റ്റേബിൾ ലീഡർഷിപ്പ് ത്രൂ മെജോറിറ്റി. ഓക്കെ ആണേ. അതിൻ്റെ ഡീമെറിറ്റ്സും ഉണ്ട്. ഇപ്പം നമ്മൾ നല്ല ഗവൺമെൻറ്റാണ്, നല്ല ഏകോപനമാണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഡീമെറിറ്റ്സും ഉണ്ട് കുഞ്ഞുങ്ങളെ. എന്താണെന്നറിയോ? എക്സിക്യൂട്ടീവ് ഡൊമിനൻസ്, കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ആധിപത്യമുണ്ട് ഇവിടെ.
എക്സിക്യൂട്ടീവ് ഡൊമിനൻസ് എന്ന് വെച്ചാൽ കാര്യനിർവഹണ വിഭാഗത്തിന് ആധിപത്യമുണ്ട്. സ്ലോ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇവരുടെ തീരുമാനങ്ങളൊക്കെ പെതുക്കെ നടക്കത്തുള്ളൂ കേട്ടോ. മന്ദഗതിയിലുള്ള തീരുമാനമെടുക്കല. പിന്നെ പോസിബിലിറ്റി ഓഫ് എ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, രാഷ്ട്രീയ അസ്ഥിരതയുടെ സാധ്യതയുണ്ട് കേട്ടോ. രാഷ്ട്രീയ അസ്ഥിരതയുടെ സാധ്യതയുണ്ട്. അപ്പോൾ ആ 3 കുഞ്ഞു പോയിന്റുകളാണ് എക്സിക്യൂട്ടീവ് ഡൊമിനൻസ്, സ്ലോ ഡിസിഷൻ മേക്കിംഗ്, പോസിബിലിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി കേട്ടോ. ഇൻസ്റ്റേബിലിറ്റി കേട്ടോ, സ്റ്റേബിള്, ഇൻസ്റ്റേബിലിറ്റി കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ മെറിറ്റ്സും ഡിമെറിറ്റ്സും. അതുപോലെ തന്നെ എന്താ, ഇനി നമുക്ക് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. നോക്കിയ ചെറിയ പോയിന്റുകളാണ്. സ്റ്റേബിൾ ഗവൺമെൻറ് ആണ്, സ്ഥിരതയുള്ള സർക്കാരാണ്. മറ്റേതെന്താ, റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആണ്. ഒരെണ്ണം പഠിക്കുമ്പോൾ തന്നെ 2 എണ്ണം നമുക്ക് കിട്ടും കുഞ്ഞുങ്ങളെ. മറ്റേത് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആണെങ്കിൽ ഇവർ സ്റ്റേബിൾ ഗവൺമെൻറ്റാണ് കേട്ടോ. ഇവിടെ മറ്റേത് ബെറ്റർ കോർഡിനേഷൻ ആണ്. ഇവിടെ സ്ട്രോങ് എഫക്റ്റീവ് ലീഡർഷിപ്പാണ്. നല്ല ശക്തവും ഫലപ്രദവുമായ നേതൃത്വമാണ്, സ്ട്രോങ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. പിന്നെ ലെസ് ഇൻഫ്ലുവൻസ് ഓഫ് പാർട്ടി പോളിസീസ്, പാർട്ടി രാഷ്ട്രീയത്തിന് കുറഞ്ഞ സ്വാധീനമാണ് കേട്ടോ. പാർട്ടിയുടെ സ്വാധീനത്തിന് പാർട്ടി രാഷ്ട്രീയത്തിന് കുറഞ്ഞ സ്വാധീനമാണ് കേട്ടോ. ആ 3 എണ്ണമാണ് ഇവരുടെ മെറിറ്റ്സുകൾ. ഡിമെറിറ്റ്സോ, പോസിബിലിറ്റി ഓഫ് ഓട്ടോക്രസി. ഓട്ടോക്രസി എന്ന് വെച്ചാൽ സ്വേച്ഛാധിപത്യം, അതിനുള്ള സാധ്യതയുണ്ട് അല്ലേ. പോസിബിലിറ്റി ഓഫ് ഓട്ടോക്രസി, സ്വേച്ഛാധിപത്യത്തിനുള്ള സാധ്യത. ലാക്ക് ഓഫ് കോഓപ്പറേഷൻ, കോഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ, സഹകരണം. ലാക്ക് ഓഫ് കോഓപ്പറേഷൻ എന്ന് വെച്ചാൽ വലിയ സഹകരണമൊന്നും ഇല്ല അല്ലേ, സഹകരണമില്ലായ്മ. ഇറസ്പോൺസിബിളാണ് അല്ലേ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത നിരുത്തരവാദിത്വ നിലപാടാണ് കേട്ടോ. ഉത്തരവാദിത്തമില്ലാത്ത നിലപാടാണ് അവിടേക്ക് ഉള്ളത് കേട്ടോ. അപ്പം മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തോത്തിൻ്റെയാ, ഒന്നാമത്തെ പാർലമെൻ്ററി ആണ്. അത് നിങ്ങൾ വേണ്ട നല്ലപോലെ ഇത് ഇത്രയും പാർലമെൻറ്റ് മെറിറ്റ്സും ഡിമെറിറ്റ്സുമാണ് കേട്ടോ. 6 എണ്ണം, 3 മെറിറ്റ്സും 3 ഡിമെറിറ്റ്സും. ഇത് എന്താ, പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൻ്റെ 3 മെറിറ്റ്സും 3 ഡിമെറിറ്റ്സും കേട്ടോ. ഓക്കെ ആണേ. ഓക്കെ, 16ാമത്തെ ചോദ്യം നോക്കുഞ്ഞാൽ, വാട്ട് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം? വാട്ട് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം? ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡെമോക്രസിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? നമ്മൾ പഠിക്കുന്ന പാഠവേ ഡെമോക്രസി, ജനാധിപത്യ. ഇതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്താണെന്നാണ് അല്ലേ, ബേസിക് ഫാക്ടേഴ്സ് എന്തെല്ലാമാണ് നമ്മൾ ചോദിച്ചത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ലിബർട്ടി എന്താണ്, ഇക്വാളിറ്റി എന്താണ്, ജസ്റ്റിസ് എന്താണ്, റൈറ്റ്സ്, റൂൾസ് ഓഫ് ലോ. ഇത്രയും പോയിന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പാർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ എന്തുവെന്നല്ലേ, ഓരോരോ ഭാഗങ്ങളാവും നിങ്ങളെ. നമ്മൾ എന്താ 2 പ്രസിഡൻഷ്യലും, അതായത് പ്രത്യക്ഷ ജനാധിപത്യത്തിലെ മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പഠിച്ചു. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തങ്ങളിൽ എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എന്താണെന്നാണ് ഇതുവരെ പഠിച്ചത്. ഇനി ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ, ബേസിക് ഫാക്ടേഴ്സ്. ഒന്നാമത്തെ നിങ്ങളെ ലിബർട്ടി. ലിബർട്ടി എന്ന് വെച്ചാൽ എന്താ, ഫ്രീഡം, സ്വാതന്ത്ര്യം കേട്ടോ. ജനാധിപത്യത്തിൽ ആദ്യം വേണ്ടുന്നത് സ്വാതന്ത്ര്യമാണ്. പിന്നെ ഇക്വാളിറ്റി, സമത്വം, ജസ്റ്റിസ്, നീതി, റൈറ്റ്സ്, അവകാശങ്ങൾ, റൂൾസ് ഓഫ് ലോ, നിയമവാഴ്ച. ഇത്രയും ഈ 5 എണ്ണത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ എന്താ, വാട്ട് ഈസ് ഫ്രീഡം, എന്താണ് സ്വാതന്ത്ര്യം അല്ലേ. അതിൻ്റെ വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് ഫ്രീഡം, പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ എന്തെല്ലാമാണ്. നമുക്കെല്ലാം സ്വാതന്ത്ര്യം വേണം അല്ലേ. ഫ്രീഡം, വാട്ട് ഈസ് ഫ്രീഡം? ഇപ്പോൾ എല്ലാത്തിനും ഫ്രീഡം അല്ലേ കുഞ്ഞുങ്ങളെ. ഇപ്പോൾ എന്തിനും ഫ്രീഡം അല്ലേ. വീട്ടിൽ നമുക്ക് എന്താ, അമ്മയോട് ഫ്രീഡം, അച്ഛനോട് ഫ്രീഡം അല്ലേ, എല്ലാവരോടും ഫ്രീഡമാണ് അല്ലേ. ഫ്രീഡം ഈസ് വൺ ഓഫ് ദ നെസസറി ഫാക്ടേഴ്സ് ഫോർ ഡെമോക്രസി ടു എക്സിസ്റ്റ് ആസ് എ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഓർഡർ. ഒന്നാമത്തെ എന്താണ്, ഫ്രീഡം ഈസ് വൺ ഓഫ് ദ നെസസറി ഫാക്ടേഴ്സ് ഫോർ ഡെമോക്രസി ടു എക്സിസ്റ്റ് ആസ് എ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഓർഡർ. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിലൊന്നാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടോ, അതിൻ്റെ മലയാളം അതിൻ്റെ തൊട്ട് താഴെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി പഠിക്കാം. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായിട്ട് നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളിലൊന്നാണ് സ്വാതന്ത്ര്യം. അടുത്ത, ഫ്രീഡം ഈസ് ഡിഫൈൻഡ് ആസ് ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ് ദാറ്റ് ഈസ് വിത്തൗട്ട് എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ ഓൺ ഇൻഡിവിജ്വൽസ്. എന്താ ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തി അതായത് നിയന്ത്രണങ്ങളുടെ അഭാവം, ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ചാൽ നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ്
കേട്ടോ. ഫ്രീഡത്തിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വരി എഴുതണം കേട്ടോ. ഫ്രീഡം ഈസ് ഡിഫൈൻഡ് ആസ് ദ ആബ്സെൻസ് ഓഫ് റെസ്ട്രിക്ഷൻ, നിയന്ത്രണങ്ങളുടെ അഭാവം എന്നാണ്. വിത്തൗട്ട് എക്സ്റ്റേണൽ റെസ്ട്രിക്ഷൻ ഓൺ ഇൻഡിവിജ്വൽസ്, നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം. അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ കേട്ടോ, ബാഹ്യ നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത ഒരവസ്ഥ. ഓക്കെ ആണോ? ദ ഇമ്പോർട്ടൻ്റ് ഫ്രീഡം ആർ ഫ്രീഡം ടു മൂവ്, ഫ്രീഡം ടു ഓർഗനൈസ്, ഫ്രീഡം ടു അസംബിൾ ആൻഡ് ഫ്രീഡം ടു എക്സ്പ്രസ്. നമുക്ക് മൂവ് ചെയ്യാനുള്ള, സഞ്ചാരം ചെയ്യാൻ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീഡം അല്ലേ? എന്തുവാ ഈ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്? ഫ്രീഡം എന്ന് പറയുന്നത് ഒന്നും അറിയത്തില്ലെങ്കിൽ ആ വരിയിലും എഴുതാണ്ട് കഴിഞ്ഞില്ല. ദ ഇമ്പോർട്ടൻ്റ് ഫ്രീഡത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം ടു മൂവ്, സഞ്ചാര സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ഓർഗനൈസ്, സംഘാടനങ്ങൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു അസംബിൾ അല്ലേ, നമ്മളെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. ആൻഡ് ഫ്രീഡം ടു എക്സ്പ്രസ്, അത് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇതെല്ലാം എന്തെല്ലാം സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്? ഫ്രീഡം ടു മൂവ്, ഫ്രീഡം ടു ഓർഗനൈസ്, ഫ്രീഡം ടു അസംബിൾ ആൻഡ് ഫ്രീഡം ടു എക്സ്പ്രസ്. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ആവിഷ്കാരണത്തിലുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠത്തിലെ ഇമ്പോർട്ടൻറ്റുകൾ എല്ലാം ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് ഈ പറഞ്ഞ 6 അതിലൊന്നാമത്തെയാണ് ഫ്രീഡം. എന്താണ് ഫ്രീഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 പോയിന്റെങ്കിലും എഴുതണം കേട്ടോ. അതിൻ്റെ ഡെഫിനിഷനും എന്താണ് ഫ്രീഡം കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. അടുത്തത് സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുക കേട്ടോ. എലൂസിഡേറ്റ് എന്ന് വെച്ചാൽ വ്യക്തമാക്കുക എന്ന് കേട്ടോ. എലൂസിഡേറ്റഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീഡം ആൻഡ് റെസ്ട്രിക്ഷൻസ്. സ്വാതന്ത്ര്യവും നിയന്ത്രണവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? ഫ്രീഡം ഈസ് നോട്ട് കംപ്ലീറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് റിസ്ട്രിക്ഷൻ. നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. ദ വാല്യൂ ഓഫ് ഫ്രീഡം ബിക്കംസ് മീനിങ്ഫുൾ ഓൺലി ഇൻ എ സിസ്റ്റം വെയർ ഈച്ച് ഇൻഡിവിജ്വൽസ് റെസ്പെക്ട് ദ ഫ്രീഡം ഓഫ് അതേഴ്സ്. ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം അഥവാ പൂർണ്ണമാകുകയുള്ളൂ. ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം അർത്ഥപൂർണമാകുകയുള്ളൂ. മൂന്നാമത് ഇനി 2 മതി കുഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാത്തിൻ്റെയും ഈ ചോദ്യമാണ് കേട്ടോ. എല്ലാം ഞാൻ ഈ വായിക്കുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് കാണിക്കണേ, അവർക്ക് എഴുതാൻ വേണ്ടി എന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പോൾ ഇതാണ് ഓരോ ചോദ്യവും കണ്ടോ. സ്വാതന്ത്ര്യവും നിയന്ത്രണവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അത് 2 പോയിന്റേ ഉള്ളൂ. അടുത്ത വാട്ട് ആർ ദ ഡിഫറൻറ്റ് വേ ദാറ്റ് ഇൻഡിവിജ്വൽസ് യൂസ് ടു എക്സ്പ്രസ് ദെയർ ഐഡിയാസ്. ആശയങ്ങൾ ആവിഷ്കരിക്കാൻ വ്യക്തികൾ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത ആശയങ്ങൾ ആവിഷ്കരിക്കാൻ വ്യക്തികൾ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? 1 കോൺവെർസേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കുക അല്ലേ, സംഭാഷണം. പിക്ചറുകൾ, ചിത്രങ്ങൾ. ആർട്ടിക്കിൾസ്, ലേഖനങ്ങൾ. സോങ്സ്, പാട്ടല്ലെ, ഗാനങ്ങൾ. സോഷ്യൽ മീഡിയ പോസ്റ്റ് കേട്ടോ. സമൂഹത്തിൽ നമുക്കിപ്പോൾ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക്, ട്വിറ്റർ, ഒത്തിരി ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ അതിലൂടെയുള്ള പോസ്റ്റുകളും ഒക്കെ ആശയങ്ങൾ ആവിഷ്കരിക്കാൻ വ്യക്തികൾ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങളാണ്. ഓക്കെയാണോ നിങ്ങളെ? 19. 20 വാട്ട് ഈസ് മെൻറ്റ് ബൈ ഇക്വാളിറ്റി. ഓക്കെ, നമ്മൾ അതിനകത്തിൽ ഫസ്റ്റ് പഠിച്ച ലിബർട്ടി, ഫ്രീഡം അല്ലേ, ഫ്രീഡത്തെക്കുറിച്ചായിരുന്നു. അതും എല്ലാം നമ്മൾ പഠിച്ചു. അടുത്ത 2ാമത്തെയാണ് ഇക്വാളിറ്റി കേട്ടോ. ഓരോന്നിനെ ഓർത്തോണേ, 2 ഇക്വാളിറ്റി, സമത്വം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് കുഞ്ഞുങ്ങളെ സമത്വം എന്ന് പറയുന്നത്. അത് നമ്മുടെ മതം, വർണ്ണം, ലിംഗഭേദം, വംശം, ഭാഷ, ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്കതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ള കാഴ്ചപ്പാടാണ് ഈ സമത്വം എന്ന് പറയുന്നത് കേട്ടോ. ഒറ്റ വരിയേ ഉള്ളൂ. ഇത് ഒരു സെൻറ്റൻസ് ആവും നിങ്ങളെ. അതായത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം കേട്ടോ. നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഘടകങ്ങളാണ് ഓരോന്നുമാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട നല്ല വാല്യൂ ഉള്ള ഒരെണ്ണമാണ് സമത്വം. അത് മതം, വർണ്ണം, ലിംഗഭേദം, വംശം, ഭാഷ, ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്കതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇക്വാളിറ്റി മീൻസ്
ആൾ പീപ്പിൾസ് ഇൻ ദ വേൾഡ് ആർ യുണീക്ക് ആൻഡ് വാല്യുബിൾ ആണ്, റിഗാർഡ്ലെസ് ആണ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് ബേസ്ഡ് ഓൺ എ റിലീജിയൻ, കളറ്, ജെൻഡർ, റേസ്, ലാംഗ്വേജ് ഓർ നാഷണാലിറ്റി. അതിൻ്റെ മലയാളമാണ് ആ മേലിക്ക് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും ഇവിടെ ഓരോ വാക്കും അറിയത്തില്ലെങ്കിൽ അതിൻ്റെ എല്ലാം മേലി അതിൻ്റെ മലയാളം കിടപ്പുണ്ട് കേട്ടോ. അത് മനസ്സിലാക്കി വേണേ പഠിക്കാൻ. ഓക്കെ, നിങ്ങൾ അടുത്ത 3 ഇക്വാളിറ്റി ആയാലും അല്ലെങ്കിൽ ഫ്രീഡം ആയാലും ജസ്റ്റിസ് ആയാലും അതിൻ്റെ എല്ലാം തൊട്ട് താഴെ എല്ലാത്തിൻ്റെയും 3 ഡൊമിനൻസ്, 3 മാനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയോ നിങ്ങളിവിടെ 3 ഡൊമിനൻസ് ഓഫ് ഇക്വാളിറ്റി, സമത്വത്തിൻ്റെ 3 ഡയമെൻഷൻ എന്നാണ്, ഡൊമിനൻസ് അല്ല ഡയമെൻഷൻ അല്ലേ, മാനങ്ങൾ ഏതെല്ലാമാണ് നോക്കിയോ. ഒന്നാമത്തെ പൊളിറ്റിക്കൽ ഇക്വാളിറ്റി, സോഷ്യൽ ഇക്വാളിറ്റി, എക്കണോമിക് ഇക്വാളിറ്റി എന്നീ 3 എണ്ണമാണ് കേട്ടോ. പൊളിറ്റിക്കൽ ഇക്വാളിറ്റി, സോഷ്യൽ ഇക്വാളിറ്റി, എക്കണോമിക് ഇക്വാളിറ്റി. നോക്കൂ നിങ്ങളിവിടെ റൈറ്റ് ടു വോട്ട്, വോട്ട് ചെയ്യാനുള്ള അവകാശം. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി അല്ലേ, രാഷ്ട്രീയമാകുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു കോൺടെസ്റ്റ് ഇലക്ഷൻ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസ്, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശവും ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ. എന്തൊക്കെയാ? 3 എണ്ണമാണ്. ഏതൊക്കെയാ കുഞ്ഞുങ്ങളെ നോക്കിക്കേ. റൈറ്റ് ടു വോട്ട്, ഓരോന്നും നോക്കണേ. റൈറ്റ് ടു വോട്ട്, വോട്ടവകാശം. റൈറ്റ് ടു കോണ്ടെക്സ്റ്റ് അല്ലേ, ഇലക്ഷൻസ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം. റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസ്, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം. അടുത്തത് സോഷ്യൽ ഇക്വാളിറ്റി, സാമൂഹിക സമത്വം എന്ന് പറയുന്നത്. നോൺ ഡിസ്ക്രിമിനേഷൻ, ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വിവേചനം അല്ലേ, നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വിവേചനങ്ങളുടെ അഭാവം. പിന്നെ ഈക്വൽ സ്റ്റാറ്റസ്, തുല്യ പദവിയാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് തുല്യ അവസരങ്ങളുമാണ്. എല്ലാത്തിനും തുല്യത കൊടുത്തിരുന്നതാണ് സോഷ്യൽ ഇക്വാളിറ്റി. എക്കണോമിക്കിലോ റൈറ്റ് ടു വർക്ക്, നോക്കൂ നിങ്ങളിവിടെ തൊഴിൽ അവകാശമുണ്ട് കേട്ടോ, തൊഴിലിൽ അവകാശമുണ്ട്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം. ഇപ്പോൾ ആണ് ജോലി ചെയ്താലും പെണ്ണ് ജോലി ചെയ്താലും മിക്കയിടത്തും ആണുങ്ങൾക്ക് ശമ്പളം കൂടുതലാണ്, അതിൽ കുറവാണ് പെണ്ണുങ്ങൾക്ക് അല്ലേ, ജോലി ചെയ്യുമ്പോൾ. പക്ഷേ അവിടെ നമുക്ക് എക്കണോമിക് ഇക്വാളിറ്റിയിൽ അങ്ങനെയല്ല, തുല്യ ജോലിക്ക് തുല്യ വേതനം. ആണെന്നും പെണ്ണെന്നും ഒന്നുമില്ല, ആരാണോ ജോലി ചെയ്യുന്നവർക്ക് വേതനം. റൈറ്റ് ടു ലെഷർ എന്ന് വെച്ചാൽ വിശ്രമത്തിനുള്ള അവകാശം അവർക്കുണ്ട് കേട്ടോ. ഓക്കെ ആണോ? നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട് ഇത് 4. ഇംഗ്ലീഷുകാർക്ക് മലയാളം ഒന്നറിയാൻ വേണ്ടി എഴുതിയിട്ടതാണ് കേട്ടോ. അപ്പോൾ 21 ആയി കുഞ്ഞുങ്ങളെ. 22ാമത്തെ അടുത്തതാണ് 3ാമത്തെ ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി. നമ്മൾ ആദ്യം ഫ്രീഡം, ലിബർട്ടിയുടെ വേറൊരു പേരാണ് ഈ ഫ്രീഡം എന്ന് പറയുന്നത് കേട്ടോ. ലിബർട്ടി, ഫ്രീഡം, സ്വാതന്ത്ര്യം, അതിനെക്കുറിച്ച് പറഞ്ഞു. 2ാമത്തത് ഇക്വാളിറ്റി, സമത്വത്തെക്കുറിച്ച് പറഞ്ഞു. 3ാമത്തത് ജസ്റ്റിസ്, നീതിയെക്കുറിച്ചാണ്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നീതി. മുമ്പ് നമ്മൾ മറ്റേതിനകത്തിലും പറഞ്ഞേ അല്ലേ, ഈക്വാളിറ്റിക്കകത്തിലും പറഞ്ഞ ഇത് തന്നെ. ജസ്റ്റിസ് ഈസ് വൺ ഓഫ് ദ ബേസിക് വാല്യൂ ഓഫ് ഡെമോക്രസി. മറ്റേ അല്ലേ, ഡെമോക്രസിയുടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് കുഞ്ഞുങ്ങളെ ഈ നീതി എന്ന് പറയുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നീതി സങ്കല്പം. നമ്മുടെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ നീതി സങ്കല്പം എന്ന് പറയുന്നത്. മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹമായതുമായ പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതിയുടെ പൊരുൾ എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിൽ എഴുതിയേക്കുന്നതാണ് ഇതെല്ലാം കേട്ടോ. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നീതി. കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നീതി സങ്കല്പം. മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹവുമായതുമായ പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതിയുടെ പൊരുൾ കേട്ടോ. ജസ്റ്റിസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇതാണ് എഴുതേണ്ടത്. ഇംഗ്ലീഷ് മീഡിയക്കാരുണ്ട് നോക്കി. ജസ്റ്റിസ് ഈസ് വൺ ഓഫ് ദ ബേസിക് വാല്യൂ ഓഫ് ഡെമോക്രസി. ദ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് ചേഞ്ച് ഓവർ ടൈം. In the modern view, justice means giving equal and due considerations to all individuals as human beings. ഇത്രയാണ് വായിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ 23ാമത്തെ ഈ നീതിയുടെ 3 തത്വങ്ങൾ. എല്ലാത്തിനെക്കുറിച്ചും 3 എണ്ണം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. ലിബർട്ടി ഉണ്ട്, ഈക്വാളിറ്റി ഉണ്ട്, ജസ്റ്റിസ് ഉണ്ട്. ജസ്റ്റിസ് എന്ന് വെച്ചാൽ നീതി. നീതിയുടെ 3 തത്വങ്ങൾ എഴുതുക. അത് നമ്മുടെ ടെസ്റ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പേജ് നമ്പർ 100
കണ്ടിതാ കുഞ്ഞുങ്ങൾ കേട്ടോ. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആയാലും മലയാളം മീഡിയത്തിൻ്റെ ആയാലും ടെസ്റ്റിൽ ഇത് കിടപ്പുണ്ട്. അതായത് തുല്യരോട് തുല്യ പരിഗണന. മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയുമാണ് നൽകുന്നത്. വർഗം, ജാതി, മതം, ലിംഗം, വംശം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും അവർക്ക് പാടില്ല. ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽസ്, തുല്യരോട് തുല്യ പരിഗണന. അതുപോലെ ആനുപാതിക രീതി അല്ലേ, പ്രൊപ്പോർഷണേറ്റ് ജസ്റ്റിസ്, ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും ആനുപാതികമായിരിക്കണം നീതി. ഓരോരുത്തരെയും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നതിൽ അനീതിയില്ല. പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ അല്ലേ, റെക്കഗ്നിഷൻസ് ഓഫ് സ്പെഷ്യൽ നീഡ്സ്. അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ കഴിയൂ. അതുപോലെ തുല്യത ഉറപ്പാക്കുന്നതിന് സംവരണം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാമെന്നും പറയുന്നുണ്ട്. ടെസ്റ്റിലുണ്ട്, എന്നാലും ഞാനൊന്ന് വായിച്ചതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ആ 3 ഏതൊക്കെയാണ്? നീതിയുടെ 3 തത്വങ്ങളാണ്. ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽസ്, തുല്യരോട് തുല്യ പരിഗണനയും, പ്രൊപ്പോർഷണേറ്റ് ജസ്റ്റിസ്, ആനുപാതിക രീതി, പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ. ഈ 3 കേട്ടോ. അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ എന്തൊക്കെയാണെന്നുള്ളതാണ് അതിൻ്റെ താഴെ. അതൊന്നും ടെസ്റ്റ് നോക്കി പഠിക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. കാരണം ഇത്രയും നമ്മൾ എഴുതി വെറുതെ, കാരണം ടെസ്റ്റ് നോക്കിയേ ഇതിൽ കൂടുതൽ വലുതാക്കും അവർക്ക് പറ്റത്തില്ല. അടുത്തത് റൈറ്റ്സുകൾ, അവകാശങ്ങൾ കേട്ടോ. 4 റൈറ്റ്സുകൾ, അവകാശങ്ങൾ. നോക്കിക്കേ, അവകാശങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ, റൈറ്റ്സ് ആർ എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഡെമോക്രസി. അതിൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. അതായത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യാവശ്യമാണ്. റൈറ്റ്സ് ആർ ദ കണ്ടീഷൻസ് നെസസറി ടു ലീഡ് ഡിഗ്നിഫൈഡ് ആൻഡ് മീനിങ് ലൈഫ് ആസ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യരെന്ന നിലയിൽ അന്തസ്സുള്ളത് അല്ലേ, ഡിഗ്നിഫൈഡ്, അന്തസ്സുള്ളതും അർത്ഥവത്തായതുമായ മീനിങ് ലൈഫ്, അർത്ഥവത്തായതുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ വ്യവസ്ഥകളാണ് കുഞ്ഞുങ്ങളെ അവകാശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കണേ, ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യാവശ്യമാണ്. മനുഷ്യരെന്ന നിലയിൽ, നമ്മളൊക്കെ മനുഷ്യരില്ലയോ, നമുക്ക് എന്ത് വേണം? അന്തസ്സുള്ളത്, ഡിഗ്നിഫൈഡ്, അന്തസ്സുള്ളതും അർത്ഥവത്തായതുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ വ്യവസ്ഥകളാണ് അവകാശങ്ങളെന്ന് പറയുന്നത്. 5 പ്രകൃതിദത്ത അവകാശങ്ങൾ ഏതെല്ലാമാണ്? വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് നാച്ചുറൽ റൈറ്റ്സുകൾ? എന്തെല്ലാമാണ് നാച്ചുറൽ റൈറ്റ്സുകൾ? പ്രകൃതിദത്ത അവകാശങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ദ റൈറ്റ്സ് ടു ഫ്രീഡം, റൈറ്റ്സ് ടു പ്രോപ്പർട്ടി, റൈറ്റ്സ് ടു ലൈഫ്. അത് ഇമ്പോർട്ടൻ്റ് നാച്ചുറൽ റൈറ്റ്സുകൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവനുള്ള അവകാശം എന്നിവയാണ് കേട്ടോ. ആ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 3 മാർഗമായിരിക്കും കേട്ടോ. പ്രകൃതിദത്ത അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഡിഗ്നിഫൈഡ് ആയിരിക്കണം അല്ലെ, അന്തസ്സ് ഉള്ളതായിരിക്കണം, നമ്മുടെ ജീവിതം അർത്ഥവത്തായതായിരിക്കണം എന്നൊക്കെയാണ് അവകാശങ്ങളിൽ പറയുന്നത്. വെറുതെ അങ്ങ് ജീവിച്ചാൽ പോരാ, എന്തെങ്കിലുമൊക്കെ അർത്ഥം വേണമെന്ന്. ഇനി അതിനെ പ്രകൃതിദത്തത കൊണ്ടല്ലേ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശമൊക്കെ നാച്ചുറൽ റൈറ്റ്സിനകത്തിൽ വരുന്നതാണ്. 26 ചോദ്യം, വിവിധതരം അവകാശങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സ് നാട് ഇപ്പുറത്ത് കിടപ്പുണ്ട്, കണ്ടോ. നമുക്ക് എന്തെല്ലാം വിവിധതരം അവകാശങ്ങളുണ്ട്. ഇത് നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾക്ക്, അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റിൽ മലയാളം അർത്ഥം അറിയണേ കുഞ്ഞുങ്ങളെ. രാഷ്ട്രീയ അവകാശങ്ങളുണ്ട്, പൗരാവകാശങ്ങളുണ്ട്, സാമ്പത്തിക അവകാശങ്ങളുണ്ട്, സാംസ്കാരിക അവകാശങ്ങളുണ്ട്. അതായത് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സിവിൽ റൈറ്റ്സ് ഉണ്ട്, എക്കണോമിക് റൈറ്റ്സ് ഉണ്ട്, കൾച്ചറൽ റൈറ്റ്സ് ഉണ്ട് കേട്ടോ. അതിൽ രാഷ്ട്രീയത്തിലാണെങ്കിൽ വോട്ടവകാശമുണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശമുണ്ട്, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. എന്തൊക്കെ അവകാശങ്ങളല്ലേ ഇതിനകത്തിൽ വല്ലതും നമുക്കുണ്ടോ? വോട്ടവകാശമുണ്ടല്ലേ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്, പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശമുണ്ട്, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശവും നമുക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി പൗരാവകാശം, സിവിൽ റൈറ്റ്സുകൾ എന്തൊക്കെയാണ്? സിവിൽ നിയമത്തിന് മുന്നിൽ തുല്യതയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യ. ഇയാൾ ഡോക്ടറായാലും എഞ്ചിനീയറായാലും കർഷകനായാലും അല്ല, ഏത് ജോലിയോ ഏത് പദവിയോ ആയിക്കോട്ടെ, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരേ ഇതല്ല. സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശമുണ്ട്, സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന്. ഓക്കെ. സാമ്പത്തിക അവകാശങ്ങൾ, എക്കണോമിക് റൈറ്റ്സുകൾ, ജോലി ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. നമുക്ക് എന്ത് ജോലി ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് കേട്ടോ. പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശവും ഉണ്ട്. ചെയ്യുന്ന ജോലിയുടെ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. രാഷ്ട്രത്തിൻ്റെ വിഭാഗങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യ അവകാശവും ഉണ്ട്.
ഇനി സാംസ്കാരിക അവകാശങ്ങളോ? ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമുണ്ട്. മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശവും ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി എൻ്റെ ലാസ്റ്റ് ആവും നിങ്ങളെ, അതായത് നമ്മളിപ്പോൾ വായിച്ചില്ലായിരുന്നോ ജനാധിപത്യത്തിൻ്റെ ബേസിക് ഫാക്ടേഴ്സ്, അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ ഏതാണ് നമ്മൾ പറഞ്ഞ അല്ലേ? റൂൾസ് ഓഫ് ലോ, നിയമവാഴ്ച കേട്ടോ. അതായത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ലിബർട്ടിയാണ്, സ്വാതന്ത്ര്യം. 2 ഇക്വാളിറ്റി, സമത്വമാണ്. 3 ജസ്റ്റിസ്, നീതിയാണ്. 4 റൈറ്റ്സ്, അവകാശങ്ങളാണ്. 5 റൂൾസ് ഓഫ് ലോ, നിയമവാഴ്ചയാണ് കേട്ടോ. അപ്പോൾ 5 നമ്മളിപ്പോൾ പറയുന്നത് അതായത് റൂൾസ്. അതായത് ദ റൂൾസ് ഓഫ് ലോ ഈസ് വൺ ഓഫ് ദ ബേസിക്. നിങ്ങൾ ഈ 5 ഫസ്റ്റ് വരി ഇതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച അല്ലേ? മറ്റേ ഈ 5 എഴുതുന്നതിൻ്റെ ഫസ്റ്റ് വരി ഇതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ എന്താണോ നമ്മളോട് ചോദിച്ചത് കേട്ടോ, ദ റൂൾസ് ഓഫ് ലോ ഈസ് വൺ ഓഫ് ദ ബേസിക് വാല്യൂ ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച. ദ എസെൻസ് ഓഫ് ദ റൂൾ ഓഫ് ലോ ഈസ് ദാറ്റ് എവരി വൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ ആൻഡ് എവരി വൺ വിൽ റിസീവ് ഈക്വൽ ലീഗൽ പ്രൊട്ടക്ഷൻ കേട്ടോ. നിയമവാഴ്ച എന്താ? അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും അല്ലെ, എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ലഭിക്കും എന്നതുമാണ് നിയമവാഴ്ചയുടെ അന്തസത്ത കേട്ടോ. നിയമവാഴ്ചയുടെ അന്തസത്ത നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ ലഭിക്കും എന്നതുമാണ് നിയമവാഴ്ചയുടെ അന്തസത്ത. ദ എസൻസ് ഓഫ് ദ റൂൾ ഓഫ് ലോ ഈസ് ദാറ്റ് എവരി വൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ ആൻഡ് എവരി വൺ വിൽ റിസീവ് ഈക്വൽ ലീഗൽ പ്രൊട്ടക്ഷൻസ്. ഓക്കെ ആണോ നിങ്ങളെ? പാർട്ടായിട്ട് ഞാൻ തരാം, കാരണം ഇത് വലിയൊരു ചാപ്റ്ററാണ് കേട്ടോ. ഇനി ഉണ്ടോ ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി ഞാൻ തരാം കേട്ടോ. നിങ്ങൾക്ക് ഈ വാരി വലിച്ച് തന്നാലും നിങ്ങളത് പഠിക്കാൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഈ വാരി എല്ലാം ഇരുന്ന് ടെസ്റ്റ് വൃത്തിയായിട്ട് പഠിക്കുന്നത് അല്ലേ. ബാക്കി പ്രധാനപ്പെട്ടത് നോക്കിയാണ് ബാക്കിയുള്ളവർ പഠിക്കുന്നത്. ഏതാണ് ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് പഠിക്കാമെന്ന് പറയില്ലേ നിങ്ങൾ? സത്യമല്ലേ? അപ്പം നിങ്ങൾ ഞാനിപ്പോൾ എത്ര എണ്ണം തന്നിട്ടുണ്ട്? മൊത്തം കൂടെ 22 അല്ലേ? ഇല്ല 22 അല്ലേ? 27 നിയമവാഴ്ച വരെ ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. നിയമവാഴ്ച. ഇനി നമ്മൾ അടുത്ത പാർട്ടിനെ കുറിച്ചാണ്. അപ്പം നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. നിങ്ങളെ അതുപോലെ മനസ്സിലാവുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് പറയാം എന്നോട് കേട്ടോ. ഓക്കെ, താങ്ക് യു.